നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ വളവനാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച 2 യുവാക്കൾ മരിച്ചു. ഒരു യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. മണ്ണഞ്ചേരി സ്വദേശി കമ്പിയകത്ത് വീട്ടിൽ നിഖിൽ, ചേർത്തല അരീപ്പറമ്പ് കൊച്ചിറള വീട്ടിൽ രാകേഷ് എന്നിവരാണ് മരിച്ചത്. രാകേഷിന്റെ സുഹൃത്തായ വിപിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 വളവനാട് AS കനാൽ പറത്തറ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. രാകേഷും സുഹൃത്തായ വിപിനുമാണ് ഒരു ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. ഇടിയേറ്റ് തെറിച്ചുവീണ യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിഖിലിനെയും രാകേഷിനെയും രക്ഷിക്കാനായില്ല. സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ തീവ്രപരിശോധനയുടെ കരട് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ജനുവരി 22 വരെ അവകാശവാദങ്ങളും എതിർപ്പുകളും അറിയിക്കാം. ഓരോ നിർദ്ദേശത്തിലും പ്രത്യേക ഫോം ഉണ്ടാകും. പേര് ചേർക്കുന്നതിന് ഫോം നമ്പർ 6 ആണ്. NIR പൗരന്മാർക്കായി ഫോം 6A ആണ്. പേര് നീക്കുന്നതിന് ഫോം 7, തിരുത്തൽ വരുത്തുന്നതിനോ താമസ സ്ഥലം മാറ്റുന്നതിനോ ഫോം 8 എന്നിങ്ങനെ ഉപയോഗിക്കാം. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആർക്കെങ്കിലും ഹിയറിംഗിന് ശേഷം ഒഴിവാക്കിയാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 1ാം അപ്പീൽ നൽകാം. ഇതിലെ തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടിയുമായി മുന്നോട്ടു പോകാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ നീങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി കണ്ണൂരിൽ 4 നേതാക്കളെ പുറത്താക്കി കോൺഗ്രസ്. DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശി, മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ KR അബ്ദുൽ ഖാദർ, പ്രാദേശിക നേതാക്കളായ സതീശൻ കാടങ്കോട്, രഘുനാഥ് തളിയിൽ എന്നിവർക്കെതിരെയാണ് നടപടി. ജില്ലാ കോർ കമ്മിറ്റിയുടേതാണ് തീരുമാനം. ആന്തൂരിൽ സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകനായിരുന്നു രഘുനാഥ് തളിയിൽ. നാമനിർദ്ദേശ പത്രികയിൽ താൻ ഒപ്പിട്ടില്ല എന്ന് വരണാധികാരിക്ക് മുന്നിൽ ഇയാൾ മൊഴി നൽകിയതോടെ പത്രിക തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രഘുനാഥിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിച്ചതിനാണ് മറ്റുള്ളവർക്കെതിരായ നടപടി. കൊല്ലത്ത് പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. പള്ളിത്തോട്ടം ഗലീലിയോ കോളനിക്ക് സമീപത്താണ് സംഭവം. KSU നേതാവ് ഉൾപ്പെടെ 4 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെട്രോളിംഗിനെത്തിയ ഗ്രേഡ് SI രാജീവ്, ASI ശ്രീജിത്ത് എന്നിവരെയാണ് സംഘം ചേർന്ന് ആക്രമിച്ചത്. ആക്രമണത്തിൽ SI രാജീവിന്റെ തലയ്ക്ക് പരിക്കേറ്റു. അക്രമി സംഘത്തിലെ ടോജിൻ, മനു, വിമൽ, സഞ്ജയ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 99,000 രൂപ കടന്ന് കുതിച്ചു. ഇന്ന് പവന് 800 രൂപ വർദ്ധിച്ചതോടെയാണ് വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവില കുതിക്കുമെന്ന തോന്നൽ സൃഷ്ടിച്ചത്. 99,200 രൂപയാണ് ഇന്നത്തെ പവന്റെ വില. 15-ന് രേഖപ്പെടുത്തിയ 99,280 രൂപയാണ് സർവകാല റെക്കോർഡ്. സ്വർണ്ണവില 1 ലക്ഷം കടന്നു കുതിക്കുമോ എന്ന ആകാംക്ഷയിലാണ് വിപണി. ശനിയാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല. ഇന്ന് ഗ്രാമിന് 100 രൂപയാണ് വർദ്ധിച്ചത്. 12,400 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. 9-ന് 94,920 രൂപയായി ഇടിഞ്ഞ് 1 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത്.